അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ഫോക്കസ് PSC പഠിതാക്കളെ, നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും അവസാനം നടന്ന PSC എക്സാം, UP എക്സാം, 4 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആ UP എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അതിൽ 100 ക്വസ്റ്റ്യനിൽ 89 ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലൊരു 11 GK ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. GK ക്വസ്റ്റ്യൻസിൽ ഒരു 9 കോൺസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തു. നമുക്ക് ബാക്കി റിനൈസൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗം ചർച്ച ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ. ഓദർ ആരാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ. ഇതിന്റെ ആൻസർ EMS ആണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എഴുതിയത് EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ വാസ് വൺ ഓഫ് ദ ഏർലി സ്ട്രഗിൾസ് ടു പ്രൊട്ടക്ട് സോഷ്യൽ ജസ്റ്റിസ്. നമുക്കൊക്കെ അറിയുന്ന, നമ്മൾ നിരന്തരം ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ് ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ. ഇതിന്റെ മലയാളത്തിലാണ് നമ്മൾ പറയാറുള്ളത് എന്നുള്ളൂ. എന്താണ് സാധനം? ചാന്നാർ ലഹള എന്നറിയപ്പെടുന്ന, മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മാറുമറക്കൽ സമരം എന്നറിയപ്പെടുന്ന സമരമാണല്ലോ ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ. നമുക്കറിയാം, അത് സൗത്ത് ട്രാവൻകൂറിലാണ്. സൗത്ത് ട്രാവൻകൂർ, സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, അത് എന്തായാലും മനസ്സിലാക്കണം അല്ലേ? ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ സൗത്തിലാണോ നോർത്തിലാണോ നമ്മൾ കേരളക്കാർ ജീവിക്കുന്നത്? ഇന്ത്യയുടെ സൗത്തിലാണ് കേരളക്കാർ ജീവിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ നോർത്തിലെ ജില്ല ഏതാണ്? നോർത്ത് ജില്ല കാസർഗോഡാണ്. സൗത്തിലെ ജില്ല തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ചാന്നാർ ലഹള അത് സൗത്തിലാണ് നടന്നത്, നോർത്തിലും നടന്നിട്ടില്ല എന്നൊരു ചോദ്യം ഇവിടെ കാണുന്നുണ്ട്. ട്രാവൻകൂറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ചാന്നാർ ലഹളയിലെ ഒരു പ്രധാനപ്പെട്ട ലീഡറായി നമുക്ക് പറയാൻ പറ്റിയ ആരെയാണ്? ചാന്നാർ ലഹളയുടെ പ്രധാനപ്പെട്ട ഒരു ലീഡറായി പറയാൻ പറ്റുന്നത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് ചാന്നാർ ലഹളയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡറായി നമുക്ക് കാണാൻ കഴിയാം. ഈ വൈകുണ്ഠസ്വാമികൾ ഏത് ഏരിയയിലാണ് ജീവിച്ചിരുന്നത്? നാഗർകോവിലാണ് അല്ലെ? നാഗർകോവിലാണ്. നിലവിൽ തമിഴ്നാട്ടിലുള്ള തിരുവനന്തപുരത്തിന്റെയും കുറച്ചും കൂടി സൗത്തിലേക്ക് പോയിട്ടുള്ള നാഗർകോവിലാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ്, നിലവിൽ തമിഴ്നാട്ടിൽ ഉള്ള ഏരിയയിലാണ് കൂടുതൽ സ്ഥലത്തും ഈ ചാന്നാർ ലഹളയുടെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് സൗത്ത് ട്രാവൻകൂർ ആണോ നോർത്ത് ട്രാവൻകൂർ ആണോ? സൗത്ത് ട്രാവൻകൂർ. നിലവിലുള്ള കേരളത്തിന്റെ തിരുവനന്തപുരത്തിനേക്കാൾ പിന്നെയും സൗത്തിലേക്ക് പോകണം. യെസ്, ഇവിടെ കറക്റ്റ് ആൻസർ സൗത്ത് ട്രാവൻകൂർ. സൗത്ത് മലബാർ എന്തായാലും ആവില്ല നമുക്കറിയാം. കൊച്ചിൻ അതും അല്ല നമുക്കറിയാം. കൺഫ്യൂഷൻ ഉണ്ടാകുക സൗത്ത് ട്രാവൻകൂർ, നോർത്ത് ട്രാവൻകൂർ എന്നീ ക്യാൻസറിലാണ്. ഇവിടെ നമ്മൾ ആലോചിച്ചാൽ മതി, കേരളം ഇന്ത്യയുടെ സൗത്ത് ഭാഗത്താണ്, തിരുവനന്തപുരം ഇന്ത്യയുടെയും സൗത്ത് ഭാഗത്താണ്. അപ്പോൾ സൗത്ത് ട്രാവൻകൂറിലാണ് ഈ ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ നടക്കുന്നത്. നമുക്കറിയാം, അത് ഡീറ്റെയിൽ അറിയുന്നതാണ്. ചാന്നാർ ലഹള, ചാന്നാർ റിവോൾട്ട്, മാറുമറക്കൽ സമരം, അതാണ് ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അത് സൗത്ത് കേരളയിലാണ് നടക്കുന്നത്. നിലവിൽ കന്യാകുമാരി തമിഴ്നാട് ഭാഗത്താണ്. ഇതില്
1813 മുതൽ 1859 വരെ 1813 മുതൽ 1859 വരെ നാടാർ സ്ത്രീകളാണ് ഇതിന് കാര്യമായിട്ടും മുമ്പിലുണ്ടായിരുന്നത്. ട്രാവൻകൂർ കിങ്ഡം, അത് ആ ഏരിയയിലുള്ള ട്രാവൻകൂറിലുള്ള നാടാർ സ്ത്രീകളാണ് ഇതിന് മുമ്പിലുണ്ടായിരുന്നത്. എന്തിനായിരുന്നു അവർക്ക്? അപ്പർ ബോഡി ക്ലോത്ത്സ് കവറിങ് ദെയർ ബ്രസ്റ്റ്, അവരുടെ ബ്രസ്റ്റൊക്കെ പിന്നെ കവർ ചെയ്യാൻ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് മുഴുവനായിട്ട് വസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം ഇല്ലായിരുന്നു. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സമരം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ ആദ്യത്തെ ഒരു 2 ഫേസ് ആയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് നടന്നത്. 1813 മുതൽ ഒരു 10 വർഷവും, പിന്നെ അതിനുശേഷം 1859കളിലും. 1869 ജൂലൈ 26 ആ ഒരു പിന്നെ ഡേറ്റും പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. 1869 ജൂലൈ 26 ചാൾസ് ട്രവല്യന്റെ പ്രഷർ കാരണത്താൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാറുമറയ്ക്കാനുള്ളൊരു സമ്മതമായിട്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് 1859 ഓക്കെ. ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ. ഏത് സോഷ്യൽ റിഫോമർ ആയിരുന്നു ചാന്നാർ അജിറ്റേഷന്റെ ലീഡർ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം വൈകുണ്ഠസ്വാമികൾ. അപ്പൊ അവിടെ ചോദ്യം നമുക്ക് സാധ്യതയുണ്ട്, നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 1859 1859 ഈ ഒരു ഉത്തരവ് വരുന്നത്. മാറുമറയ്ക്കാനുള്ള, സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ പ്രധാനമായിട്ടും സമരം നടക്കുന്നത് 1859. അതിന് മേൽമുണ്ട് സമരം എന്നുള്ള പേരുള്ള ആ പിന്നെ ഉത്തരവ് കിട്ടുന്നതൊക്കെ 1959. എന്നാൽ വൈകുണ്ഠസ്വാമികൾ എപ്പോൾ വഫാത്തായിട്ടുണ്ട്? 1851 വഫാത്തായിട്ടുണ്ട്. യെസ്, ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൈകുണ്ഠസ്വാമികൾ 1851 മരണപ്പെട്ടിട്ടുണ്ട്. 1859 ചാന്നാർ ലഹളയുടെ പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ സമരങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ മരിച്ചതിന്റെ ശേഷം വന്നിട്ട് സമരം നടത്തിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, യെസ്, കറക്റ്റ് ആൻസർ. ഇവിടെ 1813-23 കാലഘട്ടത്തിൽ നടന്ന ആ ചാന്നാർ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ചാന്നാർ സമരങ്ങൾ, അതിന് ഇൻസ്പിറേഷൻ നൽകിയിരുന്നത് വൈകുണ്ഠസ്വാമികളായിരുന്നു. അത് ഓർമ്മയിൽ വേണം. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സമര അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ആരും ചോദിക്കുമ്പോൾ വൈകുണ്ഠസ്വാമികളാണ്. ആ വൈകുണ്ഠസ്വാമികൾ അതിന്റെ ആദ്യ ഫേസിലാണ് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ നൽകിയത്. അതൊന്ന് സ്റ്റോപ്പായി, രണ്ടാമത് വീണ്ടും അതിനേക്കാൾ വലിയ രൂപത്തിൽ വന്നു. ആ സമയത്ത് വൈകുണ്ഠസ്വാമികൾ ജീവിച്ചിരിക്കുന്നില്ല, എന്നാലും അദ്ദേഹത്തിനെയാണ് ഇതിന്റെ നേതാവായിട്ട് പരിഗണിക്കുന്നത്. നമുക്കറിയാം വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സാമിത്തോപ്പിൽ ജനിച്ച് മുടിച്ചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്നൊക്കെ പേരുള്ള 1809 ജനിച്ച് 1851 മരണപ്പെട്ട വ്യക്തിയാണ്. സമത്വ സമാജം 1856 ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന സംഘടനയാണ് സമത്വ സമാജം. സ്വാതി തിരുനാൾ അദ്ദേഹത്തിന്റെ ജയിലിൽ അടച്ചത് നമ്മൾ അറബിക് PSC ചോദിച്ചിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ റൂൾ ഓഫ് വൈറ്റ് ഡെവിൽ, വെളുത്ത ചെകുത്തന്മാരുടെ റൂൾ എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അദ്ദേഹം വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്വാധീനം ട്രാവൻകൂറിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അതിങ്ങനെ തുടങ്ങിയൊരു സമയമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ ഇങ്ങനെ ട്രാവൻകൂർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാവൻകൂർ രാജാക്കന്മാരെ എതിർക്കുന്നതോടുകൂടെ ബ്രിട്ടീഷുകാരെയും വൈകുണ്ഠസ്വാമികൾ എതിർത്തിരുന്നു. യെസ്, ചാന്നാർ അജിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു നേതാവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, 1859 അതിന്റെ പീക്ക് ലെവൽ. പക്ഷെ ആ സമയത്ത് വൈകുണ്ഠസ്വാമികളില്ല. അതിന്റെ ഫസ്റ്റ് ഫേസിലാണ് വൈകുണ്ഠസ്വാമികൾ അവർക്ക് ലീഡ് ചെയ്യുന്നതും ഇൻസ്പിറേഷൻ നൽകുന്നതും. നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പെർമിഷൻ കൊടുത്തത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ സമബന്ധി ഭോജനത്തിന്റെ ആളാണ് വൈകുണ്ഠസ്വാമികൾ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ അഖിലത്തിരുട്ട് അരുൾനൂൽ. നമ്മൾ
ലാസ്റ്റ് എക്സാമിന് ഒരു പ്രത്യേകത കണ്ടു. അറബിക് എക്സാമുകളുടെ GK പൊതുവെ ഓരോ പിന്നെ ഇൻസിഡന്റും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫാക്ടറുകളാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഈ എക്സാമിൽ കൂടുതലും ബുക്സുകളാണ് ചോദിച്ചത്. നമ്മൾ കണ്ടില്ലേ, ഒരുപാട് ബുക്സ് ചോദിച്ചു, നമുക്കിപ്പോ കാണാം. അപ്പോ ബുക്സുകൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. അഖിലത്തിരുട്ട് അരുൾനൂൽ, ഇത് രണ്ടും ആരുടെ ബുക്കാണ്? അഖിലത്തിരുട്ട് അരുൾനൂൽ, വൈകുണ്ഠ സ്വാമികൾ. ഒന്നേ ജാതി, ഒന്നേ മതം, ഒന്നേ ദൈവം, ഒന്നേ ഉലകം, ഒന്നേ അരശ്, ഇതൊക്കെ വൈകുണ്ഠ സ്വാമികളുടെ ആപ്തവാക്യമാണ്. ഒന്നേ ജാതി, ഒന്നേ മതം, ഒന്നേ ദൈവം, ഒന്നേ ഉലകം, ഒന്നേ അരശ്, വൈകുണ്ഠ സ്വാമികളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് എക്സാമിന് വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആത്മാനുതാപം ആരാണ് എഴുതിയത്? ആത്മാനുതാപം എഴുതിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചാവറ അച്ഛനാണ് ആത്മാനുതാപം എഴുതിയത്. നമ്മൾ ചർച്ച ചെയ്ത ഏരിയ തന്നെയാണ്. 1805 1871 കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വൈകുണ്ഠ സ്വാമികളെക്കാളും തൈക്കാട് അയ്യകളെക്കാൾക്ക് മുമ്പ് ജനിച്ച ഒരാളാണ്. 1805 തന്നെ ജനിച്ച ഒരാളാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അതെ, കൈനകരിയിലാണല്ലോ ജനിക്കുന്നത്. കൈനകരി, ആലപ്പുഴ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾക്ക് ചോദിക്കുന്ന കുറച്ച് പോയിന്റ് നോക്കുകയാണെങ്കിൽ, എവറി ചർച്ച് വിത്ത് എ സ്കൂൾ, ഏതൊരു ചർച്ചിനോട് കൂടെയും ഒരു സ്കൂൾ വേണം. അത് തന്നെയാണ് വൺ സ്കൂൾ ഫോർ വൺ ചർച്ച്, ഒരു ചർച്ചിന് ഒരു സ്കൂൾ വേണം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള എന്ന് അറിയപ്പെടുന്നുണ്ടല്ലോ, സാക്ഷരത കേരളയുടെ ഫാദർ. യെസ്, ലിറ്ററസി ഇൻ കേരളയുടെ ഫാദർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിടിയേരി വാസ്ത ചാരിറ്റി പ്രാക്ടീസ് ഓഫ് കുര്യാക്കോസ് ചാവറ, ചാവറ അച്ഛൻ തുടങ്ങിയൊരു സമ്പ്രദായമായിരുന്നു, ചാരിറ്റി സമ്പ്രദായമായിരുന്നു പിടിയേരി സമ്പ്രദായം. അദ്ദേഹം ജനങ്ങളെ ഡെയിലി ആയിട്ട്, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പിടി ഭക്ഷണം അല്ലെങ്കിൽ ഒരു പിടി അരി മാറ്റി വെക്കുക. അത് ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് സമാഹരിക്കും, എന്നിട്ട് പാവങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ പിടിയേരി സമ്പ്രദായം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്, ചാവറ അച്ഛനാണ്. ആ ചാവറ അച്ഛന്റെ ബുക്കാണ് ആത്മാനുതാപം. യെസ്, നമുക്കറിയാം സെന്റ് ജോസഫ് പ്രസ് മന്നാനം 1846 തദ്ദേശീയരായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയ, ഫോറിൻ ഹെൽപ്പ് കൂടാതെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്സാണല്ലോ സെന്റ് ജോസഫ് പ്രസ് മന്നാനം. അത് തുടങ്ങിയത് 1846 കുര്യാക്കോസ് ചാവറയാണ്. അവിടെ പ്രിന്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ബുക്ക് നമുക്കൊക്കെ അറിയുന്ന ജ്ഞാനപീയൂഷം. പിന്നെ ഇന്നും നിലവിലുള്ള ഏറ്റവും ഓൾഡ് പത്രമായ നസ്രാണി ദീപികയും തുടങ്ങിയത് ഇവിടെ തന്നെയാണ്, മന്നാനം പ്രസ്സിലാണ്. അദ്ദേഹത്തിനെ കാനനൈസ് ചെയ്യപ്പെടുന്ന എന്താ? വിശുദ്ധനായി പ്രഖ്യാപിക്കുക. വെരി ഗുഡ്. അത് 2014 ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്നൊരു ബുക്ക് എഴുതിയത് MK സാനുവാണ്. അതൊക്കെ എക്സാമിൽ ചോദിച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിന്റ് കൊടുത്താണ്. ചാവറ അച്ഛനെ വിശുദ്ധനാക്കപ്പെട്ടത്, കാനനൈസ് ചെയ്യപ്പെട്ടത് 2014 നവംബർ 23 ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം, ബയോഗ്രഫിയാണ്. MK സാനു ഒരുപാട് ബയോഗ്രഫി എഴുതിയിട്ടുണ്ടല്ലോ, അദ്ദേഹമാണ് ഈ ബയോഗ്രഫിയും എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ ആത്മാനുതാപം, മരണ വീട്ടിൽ പാടുന്നതിനുള്ള പാന, പിന്നെ ധ്യാന സല്ലാപങ്ങൾ, ഇതൊക്കെ അതെന്നെ ഒന്നുകൂടി കൊടുത്താണ് ആത്മാനുതാപം. പിന്നെ അനസ്തേഷ്യയുടെ രക്തസാക്ഷ്യം, ഒരു നല്ല അപ്പന്റെ ചാവരുകൾ, നളാഗമങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട ബുക്സുകൾ. അതിൽ ഈ കൊടുത്തത് നന്നായി നോക്കുക. ആദ്യകാല നവോത്ഥാന നായകരിൽ കൂടുതൽ ബുക്ക് എഴുതിയൊരു വ്യക്തിയാണ് നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് കേട്ട ഒരു ബുക്കാണ്, ഒരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അതിന്റെ മെയിൻ ടോപ്പിക് എന്താണ്? ഇൽ ട്രീറ്റ്മെന്റ് മെത്തഡ് ഔട്ട്
ടു ദ നമ്പൂതിരി വിമൻ, നമ്പൂതിരി സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു ഇൽ ട്രീറ്റ്മെന്റ് ആണ്, ഒരു സുഖകരമല്ലാത്ത ഒരു പെരുമാറലുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ അവരോടുള്ള സമൂഹത്തിന്റെ മോശമായ പെരുമാറ്റങ്ങൾ ആണ് അതിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള ബുക്കിന്റെ പ്രധാന തീം. വീട്ടി വെട്ടിതിരിപ്പാടാണല്ലോ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള ബുക്ക് എഴുതിയത്. 1856 മേയാത്തൂർ ജനിച്ച ഒരാളാണ് വീട്ടി വെട്ടിതിരിപ്പാട്. അദ്ദേഹം മിക്സ്ഡ് കാസ്റ്റ് മാരേജിന് നേതൃത്വം നൽകിയ, പ്രോത്സാഹനം നൽകിയ ഒരാളാണ്. ബ്രാഹ്മിൻ സൊസൈറ്റിയിൽ വീട്ടി വെട്ടിതിരിപ്പാട് വാസ് വൺ ഓഫ് പ്രൊമിനന്റ് മെമ്പർ ഓഫ് ഇൻ യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട ഒരു മെമ്പർ ആയിരുന്നു വീട്ടി വെട്ടിതിരിപ്പാട്. 1908 സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് യോഗക്ഷേമ സഭ. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് വീട്ടിയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടി പിന്നീടാണല്ലോ അതിന്റെ സജീവ പ്രവർത്തകനായി മാറിയത്. ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള അദ്ദേഹത്തിന്റെ നാടകം ഫസ്റ്റ് പെർഫോം ചെയ്യപ്പെട്ടത് എടക്കുനിയാണ്. എടക്കുനി 1929 അത് ചോദിക്കാറുണ്ട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള ആ ബുക്ക് നാടകം ആദ്യമായിട്ട് പെർഫോം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അതെ, എടക്കുനിയാണ്, 1929. പിന്നെ യാചനയാത്രയുടെ നേതാവാണ് ആര്? യാചനയാത്രയുടെ നേതാവാണ് വീട്ടി വെട്ടിതിരിപ്പാട്. യാചനയാത്ര നടത്തിയതാരാണ്? വീട്ടി വെട്ടിതിരിപ്പാടാണ്. യാചനയാത്ര കണ്ടക്ട് ചെയ്യപ്പെട്ടത് 1931 യാചനയാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ, കാസർഗോഡ് വരെയായിരുന്നു. വീട്ടി വെട്ടിതിരിപ്പാടാണ്. പട്ടിണിയാത്ര നമുക്കറിയാം, അത് വരുന്നുണ്ട്. യാചനയാത്രയും പട്ടിണിയാത്രയും മറന്നു പോകരുത്. യാചനയാത്ര നടത്തിയത് വീട്ടി വെട്ടിതിരിപ്പാടാണ്. അത് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു. അതിന്റെ എയിം എന്തായിരുന്നു? എഡ്യൂക്കേഷൻ ഓഫ് ദ പോർ ചിൽഡ്രൻ, പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് ബുക്സ് ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കുറച്ചിവിടെ ഒന്ന് പറയാണ്. കണ്ണീരും കിനാവും, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, കരിഞ്ചന്ത, പൊയിഞ്ഞ പൂക്കൾ, ചക്രവാളങ്ങൾ, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ഇങ്ങനത്തെ ഒരുപാട് ബുക്സ് എഴുതിയ ഒരാളാണ്. വീട്ടിയുടെ പ്രധാനപ്പെട്ട ബുക്സ് കണ്ണീരും കിനാവും, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, കരിഞ്ചന്ത, പൊയിഞ്ഞ പൂക്കൾ, ചക്രവാളങ്ങൾ, സത്യമെന്നത് ഇവിടെ മനുഷ്യൻ ആകുന്നു. വീട്ടിയുടെ പ്രധാനപ്പെട്ട ബുക്സുകളാണ്. അദ്ദേഹം എഴുതിയതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അതിന്റെ ടോപ്പിക്കാണ് ചോദിച്ചത്. നമ്പൂതിരി സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, അവരോട് സമൂഹം പെരുമാറുന്ന മോശമായ പെരുമാറ്റമൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. അടുക്കള എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ. 1936 ഹങ്ങർ സ്ട്രൈക്ക് വാസ് ഓർഗനൈസ്ഡ് അണ്ടർ ദ AKG ഫ്രം ഡാഷ് ടു ഡാഷ്. നമുക്കറിയാം ഇവിടെ AKGയുടെ നാട് എവിടാണ്? കണ്ണൂർ. കണ്ണൂരിൽ തുടങ്ങി മദ്രാസ് വരെയാണ്. കണ്ണൂരിൽ തുടങ്ങി അന്നത്തെ മലബാർ, കണ്ണൂർ അടങ്ങുന്ന മലബാർ മദ്രാസിന്റെ കീഴിലായിരുന്നല്ലോ. അപ്പൊ മദ്രാസ് വരെ. ഹങ്ങർ സ്ട്രൈക്ക്, പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ ആയിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. നമ്മൾ PSC അറബിക്കിൽ പ്രധാനപ്പെട്ട ജാഥകൾ ഇങ്ങനെ നന്നായി ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ജാഥകളൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം. കണ്ണൂർ ടു മദ്രാസ് ആണ് AKG പട്ടിണി ജാഥ നടത്തിയിട്ടുള്ളത്. AKG നമുക്കറിയാം 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. 1936 ജൂലൈയിൽ AKGയുടെ നേതൃത്വത്തിൽ മദ്രാസിലേക്കാണ് പട്ടിണി ജാഥ നയിച്ചത്. കർഷക തൊഴിലാളി പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, പട്ടിണി എന്നിവ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും സർക്കാരിനെ പ്രേരിപ്പിക്കാനായിരുന്നു ഈ ജാഥ. 32 പേരാണ് AKGയോട് കൂടെ കണ്ണൂരിൽ നിന്ന് കാൽനടയായിട്ട് ചെന്നൈയിൽ എത്തിയിട്ടുള്ളത്. 1936
കണ്ണൂരിൽ നിന്ന് എവിടേക്കാണ്? മദ്രാസിലേക്കാണ് ഈ ജാഥ നയിച്ചത്. പ്രത്യേകം നോക്കണം, കണ്ണൂർ മുതൽ മദ്രാസ് വരെ 32 പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. യെസ്, AKG മറ്റ് പല യാത്രകളും നടത്തിയിട്ടുണ്ട്. അതിൽ പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു കാൽനട ജാഥ നയിച്ചിട്ടുണ്ട്. വേറെയും കുറെ കോഴിക്കോടും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചിട്ടുണ്ട്. AKG എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ പട്ടിണി ജാഥ എന്നുള്ള അർത്ഥം ഉദ്ദേശിക്കരുത്. ചിലപ്പോ പിന്നെ മലബാർ ജാഥ AKG നടത്തിയത് എവിടെ മുതൽ എവിടം വരെ എന്ന് ചോദിക്കാം. മലബാർ ജാഥ നടത്തിയത് കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്കാണ്. അതും AKG തന്നെയാണ് നേതൃത്വം നൽകിയത്. പിന്നെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു കാൽനട ജാഥയും 1960 നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചോദിച്ചത് പട്ടിണി ജാഥ എവിടെ നിന്ന് എവിടേക്കായിരുന്നു? കണ്ണൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ. അതില് മലബാർ ജാഥ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ. മലബാർ ജാഥ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ഹൈലൈറ്റ് ഓഫ് ഡാഷ് വാസ് ദ സവർണ ജാഥ ഓർഗനൈസ്ഡ് ബൈ ദ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ നടത്തിയ സവർണ ജാഥ ഏതിന്റെ ഹൈലൈറ്റ് ആയിരുന്നു? യെസ്, നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹയുടെ പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിച്ച ഒരു ജാഥയായിരുന്നു സവർണ ജാഥ. എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഈ മന്നത്ത് പത്മനാഭൻ തന്നെ ഒരു ജീവശാഖ ജാഥ നടത്തിയിട്ടുണ്ട്. ജീവശിഖ ജാഥ. അത് എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഓർമ്മ ഉണ്ടായിരുന്നെങ്കിലും? ജീവശിഖ ജാഥ യെസ്, വിമോചന സമരവുമായി ബന്ധപ്പെട്ടതാണ്. വിമോചന സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ജീവശിഖ ജാഥ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ആയിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ ഇവിടെ സവർണ ജാഥ എന്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. വൈക്കം സത്യാഗ്രഹം എക്സാമിന് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ നടത്തിയത് ടു സപ്പോർട്ട് ദ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അത് ആരുടെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും നടന്നിരുന്നത്? വൈക്കം സത്യാഗ്രഹം TK മാധവന്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നമുക്കറിയാം TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു TK മാധവൻ. ആ TK മാധവനൊക്കെ നേതൃത്വം നൽകിയ വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ആര് നടത്തിയത്? മന്നത്ത് പത്മനാഭൻ നടത്തിയത്. യെസ്, വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് എക്സാമുകൾക്ക് ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അതൊരു സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആയിരുന്നു വിച്ച് ഓർഗനൈസ്ഡ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് അറ്റ് വൈക്കം. വൈക്കത്തായിരുന്നു നടന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജ പിന്നെ അവരുടെ അധികാരത്തിലായിരുന്നു ഈ വൈക്കം എന്ന സ്ഥലം. നിലവിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അത് 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹം നടന്ന ഡേറ്റ് വരെ ചോദിക്കാറുണ്ട്. 1924 മാർച്ച് 30-ലാണല്ലോ നടന്നത്. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അത് പിന്നെ ദീർഘമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതിൽ വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നടന്നു എന്ന് ചോദിക്കാറില്ലേ? എത്ര ദിവസമാണ്? 1925 നവംബർ 23 വരെ 603 ദിവസം. 604 എന്ന് ചില സ്ഥലത്ത് കാണാൻ കഴിയും. പക്ഷെ PSC ആൻസർ പ്രകാരം 603 യെസ്, 603 ദിവസം നീണ്ടുന്ന 1924-1925 കാലഘട്ടം വരെ നടന്ന
ആ ഡേറ്റും നോക്കി നോക്കണം. 1924 മാർച്ച് 30 തുടങ്ങി 1925 നവംബർ 23 വരെ. നവംബർ 23 ആ ക്ഷേത്രത്തിന്റെ വഴി എല്ലാവർക്കും തുറന്നു കൊടുത്തു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇറ്റ് വാസ് ദ ഡൗൺ ഓഫ് ദ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ക്ഷേത്രപ്രവേശന ഒരു ചലനത്തിന്റെ ഒരു തുടക്കമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം സത്യത്തിൽ നടന്നത് വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലൂടെ മറ്റൊരു കാര്യം കൂടി നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്താണ് ക്ഷേത്രപ്രവേശന മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് താഴ്ന്ന ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയണം എന്നൊരു സമരത്തിന് ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് ഏത് മാറി? വൈക്കം സത്യാഗ്രഹം മാറി. പിന്നെ നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹം പിന്നെ നടന്നു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ഉണ്ട്. അതിനുശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞൊരു വിളംബരം നടക്കുന്നത്. അതിന്റെ വർഷം ഏതാണ്? 1936. വർഷങ്ങളൊന്നും കൺഫ്യൂഷൻ ആവണ്ട, 3 വർഷമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. 1924-25 വൈക്കം സത്യാഗ്രഹം നടക്കുന്നു. യെസ്, ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടക്കുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം 1936. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവമാണ് 1936 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരം. യെസ്, ആധുനിക തിരുവിതാംകൂറിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മാഗ്ന കാർട്ട. മെല്ലെ നമുക്ക് മുന്നോട്ട് പോകാം. വൈക്കം സത്യാഗ്രഹം, ഈ 3 സമരങ്ങളും എന്തായാലും നോക്കി വെക്കണം. വൈക്കം സത്യാഗ്രഹം 1924-25 മാർച്ച് 30 തുടങ്ങി. എന്നിട്ട് 1925 നവംബർ 23 ആരംഭിച്ചു. 603 PSC ആൻസർ പ്രകാരം 603 ദിവസങ്ങൾ നീണ്ടുന്ന ഒരു സമരമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിവേദനത്തിൽ ഒപ്പുവെച്ച ആളുകളുടെ എണ്ണം കൂടി നോക്കി വെക്കാം. 23,000 പേരാണ്. 23,000 പേര് ഒപ്പുവെച്ച വലിയൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, മെല്ലെ നമുക്ക് മുന്നോട്ട് പോവാം. The members of Savarna Jatha came to Tirunelveli and submitted their demands before the ruler. Correct answer option C ആണ്. റാണി സേതുലക്ഷ്മി ബായി. വെരി ഗുഡ്. റാണി സേതുലക്ഷ്മി ബായിക്കാണ് സവർണജാഥയുടെ ആളുകൾ അവരുടെ ഡിമാൻഡ് സമർപ്പിച്ചത്. അപ്പൊ ഒരു ചോദ്യം, വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു. ശ്രദ്ധിക്കണം, വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു. ശ്രീമൂലം തിരുനാൾ നമുക്ക് അറിയാം. അദ്ദേഹത്തിന് കുറെ സാധനങ്ങൾ കൊടുത്തു നോക്കിയിട്ടുണ്ട് അല്ലെ. മലയാളി മെമ്മോറിയൽ കൊടുത്ത്, എതിർ മെമ്മോറിയൽ കൊടുത്ത്, ഈയവ മെമ്മോറിയൽ കൊടുത്ത്, അങ്ങനെ കുറെ മെമ്മോറിയലുകൾ കൊടുക്കപ്പെട്ട ഒരാളാണ് ശ്രീമൂലം തിരുനാൾ. പക്ഷെ ശ്രീമൂലം തിരുനാളിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഈ വിഷയത്തിൽ. അങ്ങനെ വൈക്കം സത്യാഗ്രഹം നടത്തിയവരുടെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്താണെന്ന് അറിയില്ല. എന്തായാലും 1924 ശ്രീമൂലം തിരുനാൾ വഫാത്തായി, മരണപ്പെട്ടു. അങ്ങനെയാണ് സേതുലക്ഷ്മിബായി വരുന്നത്. വന്ന ഉടനെ ഒന്ന് ആക്റ്റീവ് ആവുമല്ലോ. വന്ന ഉടനെ ഫസ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നിവേദനമാണ് സേതുലക്ഷ്മിബായി ആണ്. സേതുലക്ഷ്മിബായിക്കാണ് സവർണജാഥയുടെ ആളുകൾ അവരുടെ ആവശ്യം ഒക്കെ പറഞ്ഞിട്ട് നിവേദനം കൊടുത്തിട്ടുള്ളത്. സേതുലക്ഷ്മി ബായിക്ക്. യെസ്, അപ്പോ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കാം. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോഴുള്ള തിരുവിതാംകൂർ ഭരണാധികാരി രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി സേതുലക്ഷ്മിബായി ആയിരുന്നു. യെസ്, ആ കാരണത്താൽ ഗാന്ധിജിയൊക്കെ സേതുലക്ഷ്മിബായിനെ സന്ദർശിച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്കറിയാം ഗാന്ധിജി രണ്ടാമത് കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അല്ലെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇരയമ്മൻ തമ്പി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. മലയാള സാഹിത്യത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് നാടക എഴുത്തിലൊക്കെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദക്ഷയാഗം. യെസ്, അപ്പോ ഇരയമ്മൻ തമ്പി ആട്ടക്കഥകൾ പ്രധാനമായിട്ട് പിന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഒന്ന് ഉത്തര സ്വയംവരം, കീചകവധം, പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഓപ്ഷൻ ഡി ആണ്
കറക്റ്റ് ആൻസർ. നമുക്കറിയാം ഇവിടെ ആട്ടക്കഥ എന്നാൽ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, കഥകളില്ലേ, കഥകളിയുടെ സ്ക്രിപ്റ്റ് ആണ് ആട്ടക്കഥ. കഥകളിയുടെ സ്ക്രിപ്റ്റിനാണ് എന്ത് പറയാം, ആട്ടക്കഥ എന്ന് പറയാം. നമ്മൾ നാടകമൊക്കെ എഴുതുമ്പോൾ ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുമല്ലോ, ആ സ്ക്രിപ്റ്റ് രൂപത്തിലാണ് മസ്രഹിയ, അതാണ് ആട്ടക്കഥ. മസ്രഹിയ എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ എഴുതപ്പെടുന്ന ബുക്കാണ്. യെസ്, അതാണ് ഈ ആട്ടക്കഥ. നമുക്കറിയാം, അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓമനത്തിങ്കൾ കിടാവോ എന്ന ഒരു ലുല്ലാബി. ലുല്ലാബി എന്ന് പറഞ്ഞാൽ എന്താ? ലുല്ലാബി എന്ന് പറഞ്ഞാല് താരാട്ടുപാട്ട്. വെരി ഗുഡ്. ലുല്ലാബി, ഓമനത്തിങ്കൾ കിടാവോ എന്നുള്ള താരാട്ടുപാട്ട് ഇരേമ്മൻ തമ്പിയാണ് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം അത് ആർക്ക് വേണ്ടിയാണ് എഴുതിയത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. റാണി ഗൗരി ലക്ഷ്മി ബായിക്ക്, സ്വാതി തിരുനാളിന്റെ മദറായിരുന്നു. സ്വാതി തിരുനാൾ ചെറിയ കുട്ടിയായപ്പോ റാണി ഗൗരി ലക്ഷ്മി ബായിക്ക് വേണ്ടിയിട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ എന്നുള്ള ആ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അതിങ്ങനെ പാടാൻ മുട്ടി നിൽക്കുന്ന ചിലരുണ്ടാവും, ക്ലാസ് കഴിഞ്ഞിട്ട് അതിനുള്ള അവസരം തരുന്നതാണ്. ഓക്കെ. പിന്നെ പ്രാണൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്ന ഒരു റൊമാൻറ്റിക് ഇമോഷണൽ സോങ് ഉണ്ട്. അതും എഴുതിയതാരാണ്? ഇരേമ്മൻ തമ്പിയാണ്. ഓക്കെ. ഓമനത്തിങ്കൾ കിടാവോ എന്നത് എഴുതിയതും അതുപോലെ പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്നൊരു പാട്ടുമുണ്ട്, അതും പാടിയത് അല്ലെങ്കിൽ രചിച്ചത് ഇരേമ്മൻ തമ്പിയാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്നുള്ളത് റാണി ഗൗരി ലക്ഷ്മി ബായിക്ക് വേണ്ടി, സ്വാതി തിരുനാളിന്റെ അമ്മക്ക് വേണ്ടിയിട്ടാണ് അത് രചിച്ചത്. 1882 1856 ഇന്ത്യയിൽ ജീവിച്ച ഒരു കർണാടിക് മ്യൂസീഷ്യനിലൊക്കെ പ്രശസ്തനായ ഒരു മ്യൂസിക് കമ്പോസർ ആയിരുന്നു, പോയറ്റ് ആയിരുന്നു ട്രാവൻകൂറിലുള്ള ഇരേമ്മൻ തമ്പി. അദ്ദേഹം വലിയൊരു, പിന്നീട് സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ ഒരു പാട്ടുകാർ, വോക്കാലിസ്റ്റ് ഒക്കെ ആയി, പാട്ടുകാരനൊക്കെ ആയിട്ടുണ്ട്. അത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇരേമ്മൻ തമ്പിയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫേമസ് പോയം, ബാലിക മഠം. ഒരുപാട് ബുക്സുകൾ ചോദിച്ചില്ല നമ്മളുടെ ഈ എക്സാമിന്, പതിവില്ലാത്ത രൂപത്തിൽ ഒരുപാട് ബുക്സുകൾ ചോദിച്ചു. യെസ്, ഇവിടെ കറക്റ്റ് ആൻസർ സർദാർ കെ എം പണിക്കർ ആണ്. സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ 1895 ജനിച്ച് 1963 വഫാത്താകുന്നു, മരണപ്പെടുന്നു. സർദാർ കെ എം പണിക്കർ ഒരു ഇന്ത്യയിലെ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ഡിപ്ലോമാറ്റ് ആയിരുന്നു, പ്രൊഫസർ ആയിരുന്നു, ന്യൂസ് പേപ്പർ എഡിറ്റർ ആയിരുന്നു, ഹിസ്റ്റോറിയൻ, നോവലിസ്റ്റ് ഒക്കെ ആയിരുന്നു. ട്രാവൻകൂറിലാണ് ജനിക്കുന്നത്. പിന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽപ്പെട്ട ട്രാവൻകൂറിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഒരു നാട്ടുരാജാക്കന്മാരിൽപ്പെട്ടായ ട്രാവൻകൂർ ഏരിയയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയി, പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയി. പഠിച്ചതിന് ശേഷം അദ്ദേഹം പോർച്ചുഗലിലേക്ക് പോയി, ഹോളണ്ടിലേക്ക് പോയി. അവിടെയൊക്കെ മലബാറും ആ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം റിസർച്ച് ചെയ്യാൻ വേണ്ടി, നമുക്കറിയാം പോർച്ചുഗീസും ഹോളണ്ടും ഒക്കെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. കേരളത്തിലാണല്ലോ ആദ്യമായിട്ട് അവരൊക്കെ വരുന്നത്. അപ്പോൾ ഈ മലബാറിന്റെയോ അതിന്റെയൊക്കെ ബന്ധം നോക്കാൻ വേണ്ടി ഇദ്ദേഹം റിസർച്ച് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. അങ്ങനെ അദ്ദേഹം ഒരുപാട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ബുക്ക് മലബാർ ആൻഡ് ദ പോർച്ചുഗീസ്, മലബാർ ആൻഡ് ദ ഡച്ച്. ഇതൊക്കെ എഴുതിയത് സർദാർ കെ എം പണിക്കറാണ്. വിശാഖ വിജയ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിശാഖ വിജയ ആര് എഴുതി? കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനാണ് വിശാഖ വിജയ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. മണിപ്രവാള ശാകുന്തളം ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ടാണ് കേരള കാളിദാസൻ എന്ന അദ്ദേഹത്തിന് പേര് വന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആധുനിക മലയാള ഗദ്യത്തിന്റെ ജനയിതാവ്, പ്രചാരകൻ, മലയാളത്തിലെ വിമർശന സാഹിത്യത്തിന്റെ പ്രോദ്ഘാടകൻ എന്നെല്ലാം അദ്ദേഹത്തിന്റെ പേരുണ്ട്. ആധുനിക മലയാള ഗദ്യത്തിന്റെ ജനയിതാവ്, തുടക്കക്കാരൻ, പ്രചാരകൻ, മലയാളത്തിലെ വിമർശന സാഹിത്യത്തിന്റെ പ്രോദ്ഘാടകൻ എന്നൊക്കെ പേരുള്ളൊരു വ്യക്തിയാണ് വലിയ കൊയ്ത്തമ്പുരാൻ. അദ്ദേഹം ആദ്യം ചെറിയ കൊയ്ത്തമ്പുരാനായിരുന്നു, പിന്നീട് അങ്ങനെ വലിയ കൊയ്ത്തമ്പുരാനായി. 1845 അദ്ദേഹം ജനിക്കുന്നു. അങ്ങനെ
അദ്ദേഹം 9 വയസ്സാകുമ്പോഴേക്കും നല്ല സംസ്കൃതത്തിലൊക്കെ നല്ല കഴിവ്, പിന്നെ സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യം നേടി. 15 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല ഈ വിഷയത്തിലൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. അങ്ങനെയാണ് റാണി ലക്ഷ്മിബായി ഇദ്ദേഹത്തിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും അദ്ദേഹത്തിന് എന്ത് വിളിക്കാൻ തുടങ്ങി? ഇതുവരെ നിങ്ങൾ ചെറിയ കോയിത്തമ്പുരനായിരുന്നു, ഇനി കേരള വലിയ കോയിത്തമ്പുരനായി നിങ്ങൾ അറിയപ്പെടുന്നു എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. റാണി ലക്ഷ്മിബായിനെ കല്യാണം കഴിച്ചതോടുകൂടെ അദ്ദേഹം എന്തായി? കേരള വർമ്മ വലിയ കോയിത്തമ്പുരനായി. യെസ്, അദ്ദേഹത്തിന്റെ ബുക്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. വിശാഖ വിജയം ഉൾപ്പെടെ 30ഓളം സംസ്കൃതി കൃതികളുണ്ട്. മയൂര സന്ദേശം, ദൈവയോഗം, അമരുക ശതകം, അന്യോപദേശ ശതകം, മണിപ്രവാള ശാകുന്തളം, അക്ബർ എന്നീ കൃതികളൊക്കെ ഉണ്ട്. മണിപ്രവാള ശാകുന്തളം എഴുതിയത് കൊണ്ടാണ് കേരള കാളിദാസൻ എന്ന പേര് വന്നത്. മണിപ്രവാള ശാകുന്തളം എഴുതിയതോടു കൂടെ അദ്ദേഹത്തിന് എന്ത് പേര് വന്നു? കേരള കാളിദാസൻ എന്ന പേര് വന്നു. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് മെല്ലെ സ്റ്റോപ്പ് ആക്കാം അല്ലെ? വിച്ച് പോയറ്റ്സ് വർക്ക് കണ്ടെയ്ൻ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് റൂറൽ ലൈഫ് ഇൻ കേരള? നമുക്കറിയാം, ഗ്രാമീണ ജീവിതത്തിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് വിവരിച്ച ഒരു കവിയാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അതെ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ 1882 കുറ്റിപ്പുറത്ത് ജനിക്കുന്നു. അദ്ദേഹം ഗുരുകുലം സമ്പ്രദായത്തിലൂടെയൊക്കെ വിദ്യാഭ്യാസം നേടി 1882 ജനിക്കുന്നുണ്ട്. തൃശൂർ ബോയ്സ് സ്കൂളിൽ അദ്ദേഹം ടീച്ചറായി, ലാംഗ്വേജ് ടീച്ചറായി വർക്ക് ചെയ്യുന്നു. 1921 മഹാരാജാസ് കോളേജിലൊക്കെ പഠിച്ചവരുണ്ടാവും. അവിടെ 1921 17 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. വള്ളത്തോൾ നാരായണ മേനോന്റെ സിസ്റ്റർ അമ്മാളുക്കുട്ടി അമ്മ അവർ വിവാഹം ചെയ്യുന്നു. വള്ളത്തോളിന്റെ സിസ്റ്റർ അമ്മാളുക്കുട്ടി അമ്മയെ വിവാഹം ചെയ്യുന്നു ഇദ്ദേഹം, കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അതോടുകൂടെ അതിനു മുമ്പ് തന്നെ നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ നവ്യോപഹാരം, കാവ്യോപഹാരം, ഓണം കഴിഞ്ഞു, സുഭാഷിതങ്ങൾ, പിന്നെ ഒരുപാട് ട്രാൻസ്ലേഷൻ പ്ലേസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട സാഹിത്യകാരനാണ്. പ്രതിമ നാടകം, അഭിജ്ഞാന ശാകുന്തളം, ഈ ബുക്കുകളൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അറിയപ്പെട്ടൊരു നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ പ്രശസ്തനായ ഒരാളാണ്. ഗ്രാമീണ ജീവിതങ്ങളെ കൂടുതൽ പറയുന്ന, പ്രതിപാദിക്കുന്ന, വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുന്ന ഒരു പോയറ്റാണ് കുറ്റിപ്പുറത്ത് നായർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. ഇപ്പൊ കരുണയുടെ കവികൾ, പ്രകൃതിയുടെ കവി, പ്രകൃതിയുടെ അല്ലെങ്കിൽ സ്നേഹഗായകൻ, നിളയുടെ കവി, നിളയുടെ കഥാകാരൻ, മയ്യയുടെ കഥാകാരൻ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അറബിയിൽ വരാറുണ്ട്. നമുക്കറിയാം, കരുണയുടെ കവി ആരാന്നറിയില്ല? കരുണയുടെ കവി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ശരിക്കത് കവയത്രിയാണ്, സുഗതകുമാരിയാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറി അങ്ങോട്ടും വിളിക്കിട്ടു. പ്രശസ്തമായിട്ട് PSC ചോദിക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കരുണയുടെ കവയത്രി സുഗതകുമാരിയാണ്. പ്രകൃതിയുടെ കവി ആരാണ്? പ്രകൃതിയുടെ കവി മലയാളത്തിലെ പ്രകൃതിയുടെ കവി വേറുണ്ട്. പിന്നെ ലോക പ്രശസ്തനായിട്ടുള്ള വേറൊരു പ്രകൃതിയുടെ കവിയുണ്ട്. പ്രകൃതിയുടെ കവി എന്ന് അറിയപ്പെടുന്നത് P. കുഞ്ഞിരാമൻ നായരാണ്. P. കുഞ്ഞിരാമൻ നായർ പ്രകൃതിയുടെ കവി ആരാണ്? മലയാളത്തിലെ പ്രകൃതിയുടെ കവി P. കുഞ്ഞിരാമൻ നായരാണ്. ഇടശ്ശേരിയെ കുറിച്ചും ചിലര് പ്രകൃതിയുടെ കവി എന്ന് പറയുന്നുണ്ട്. പക്ഷെ P. കുഞ്ഞിരാമൻ നായരാണ് മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. ശരിക്കും മലയാളത്തിലെന്ന് കൂട്ടാതെ വേൾഡ് തലത്തിൽ തന്നെ പ്രകൃതിയുടെ കവി എന്ന് അറിയപ്പെടുന്ന ഒരു കവിയുണ്ട്. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 അദ്ദേഹത്തിന്റെ കവിത പഠിച്ചിട്ടുണ്ട്. അതേതാണ്? ആരാണ്? വില്യം വേർഡ്സ്വർത്തിനെ കേട്ടോ? വില്യം വേർഡ്സ്വർത്ത് ആണ് പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ. എന്നാൽ മലയാളത്തിൽ പ്രകൃതിയുടെ കവി ആരാണ്? P. കുഞ്ഞിരാമൻ നായർ. ഇടശ്ശേരിയെ കുറിച്ചും ചിലരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നിളയുടെ കവി ആരാ? നിളയുടെ കഥാകാരനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് MT പറയാം.
നിളയുടെ കവിയാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. പി കുഞ്ഞിരാമൻ നായർ തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രകൃതിയുടെ കവി പറഞ്ഞില്ലേ, പ്രകൃതിയുടെ കവി പി കുഞ്ഞിരാമൻ നായരാന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നിളയുടെ കവിയും പി കുഞ്ഞിരാമൻ നായർ തന്നെയാണ്. അപ്പോ നിളയുടെ കഥാകാരൻ നമുക്ക് എന്ത് പറയാം? എം ടി. അപ്പോൾ നിർത്തിയാണ്, കൂടുതൽ പറഞ്ഞ് ടെൻഷൻ ആക്കുന്നില്ല, കൺഫ്യൂഷൻ ആക്കുന്നില്ല. മയ്യയുടെ കഥാകാരൻ നമുക്ക് അറിയാലോ, മുകുന്ദൻ. എം മുകുന്ദൻ. മയ്യയുടെ കഥാകാരൻ എം മുകുന്ദനാണ്. അവിടെ തന്നെ ചിലപ്പോ മയ്യയുടെ കഥാകൃത്ത് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ട്. അത് PSC ക്കൊന്നും വന്നിട്ടില്ല. എന്നാലും എം മുകുന്ദൻ ഇല്ലെങ്കിൽ കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയാറുണ്ട്. കഥാകൃത്ത് അത് പിന്നെ രണ്ടും ഇംഗ്ലീഷിൽ വരുമ്പോൾ ഒരേ രൂപത്തിലാണ് ചോദിക്കാൻ, സ്റ്റോറി ടെല്ലർ ഓഫ് എന്നൊക്കെ ആണ് ചോദിക്കാൻ സാധ്യത ഉള്ളത്. പക്ഷേ മയ്യയുടെ കഥാകൃത്ത് എന്നുള്ള അർത്ഥത്തിൽ ഇതുവരെ PSCക്ക് നന്നായി കണ്ടിട്ടില്ല. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ഇതുവരെ PSCന്റെ ക്വസ്റ്റ്യനിൽ കഥാകാരൻ എന്നുള്ള അർത്ഥത്തിന് എം മുകുന്ദനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് മയ്യയി ഗാന്ധി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ IK കുമാരനാണ്. IK കുമാരൻ. മയ്യയുടെ കഥാകാരൻ എം മുകുന്ദനും മയ്യയി ഗാന്ധി ആണെങ്കിൽ IK കുമാരനുമാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ പറയാനുള്ളത്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.